ഇന്ന് ഞാൻ മലബാർ സ്പെഷ്യൽ ബിരിയാണി ചമ്മന്തിയാണ് ചെയ്യാൻ പോകുന്നത്. ബിരിയാണി ചമ്മന്തി അല്ലെങ്കിൽ പുതിന ചമ്മന്തി എന്ന് കൂടെ ഇതിന് പറയാറുണ്ട്. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് പുതിനയിലയാണ്. അപ്പോൾ കുറച്ച് പുതിനയില എടുത്തിട്ടുണ്ട്, അതുപോലെ ആവശ്യത്തിനുള്ള മുളക് എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി ഇതുപോലെ തൊലി കളഞ്ഞിട്ട് ഒന്ന് കഷ്ണിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്, അതുപോലെ ആവശ്യത്തിനുള്ള വിനേഗർ അല്ലെങ്കിൽ സുർക്കയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു അരമുറി ചിരവിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സി ജാറിലോട്ട് പുതിനയില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചെറുതാക്കി കഷ്ണിച്ചിട്ട് ഇഞ്ചി ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതുപോലെ മുളകും ഇതുപോലെ ചെറുതാക്കി കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് കൊടുക്കാം. അപ്പോൾ മുളകൊക്കെ നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് ആഡ് ചെയ്യുക. ഇനി ഇത് അരച്ചെടുക്കാൻ പോകുന്നത് വിനാഗിരിയിലാണ്, പ്രത്യേകിച്ച് വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം വിനാഗിരി ആഡ് ചെയ്യുന്നുണ്ട്, അതിലാണിത് അരച്ചെടുക്കാൻ പോകുന്നത്. ആദ്യം ഇത്ര ഇൻഗ്രീഡിയൻസ് വിനാഗിരിയിൽ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനുശേഷമാണ് തേങ്ങ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അരമുറി ചിരവിയ തേങ്ങയാണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണോളം മതിയാവും. അതുപോലെ 1 ടേബിൾ സ്പൂണോളം വിനാഗിരി കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ പേസ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇനി നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം ഇത്. അപ്പോൾ വളരെ ഈസിയാണ് ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. മലബാർ സൈഡിലൊക്കെ ബിരിയാണീൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് വരുന്ന ഒരു റെസിപ്പിയാണിത്. ഇതുപോലെ കൂടുതൽ റെസിപ്പീസിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്